ഹായ്, നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ അമ്മ സ്പെഷ്യൽ കൊഞ്ച് കറി റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം ഞാൻ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പച്ച ഉലുവ, മുളക്, കറിവേപ്പില ഇതിനായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിക്കാണല്ലോ മൂപ്പ് കൂടുതൽ. അപ്പോൾ ആദ്യം ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുക. പിന്നെ ചെറിയ ഉള്ളി നിങ്ങളിലുണ്ടെങ്കിൽ കൂടുതൽ ചെറിയ ഉള്ളി ചേർക്കുക. ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുന്നതാണ് കറിക്ക് ടേസ്റ്റ് ചേർക്കും. നമ്മളതിലിപ്പം ഒരുപാട് ചെറിയ ഉള്ളിയില്ല, അതുകൊണ്ട് നമ്മൾ ചെറിയ ഉള്ളി സവാളയും കൂടെ മിക്സ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് നന്നായിട്ട് വഴറ്റുക. നമ്മൾ ആ സവാളയുടെ പച്ചമുളക് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി 1 or 2 ചേർക്കാം. ഒരു ചെറിയ പുളിപ്പ് രസമായിരിക്കും. അതല്ല തക്കാളിയുടെ കുറവുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മീൻ ചേർക്കുന്നതാണ് പുളി പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. പിന്നെ തക്കാളി ഇടുമ്പോൾ തന്നെ മുരിങ്ങയ്ക്കയും ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന വെച്ചാൽ നല്ല ഒരു പച്ചമണം മാറി ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുന്നൊരു പാകമാവണം. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ചേർക്കേണ്ടത് മല്ലിപ്പൊടി. ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം മുളക് പൊടി ചേർക്കുക. കാശ്മീരി ചില്ലിയോ നിങ്ങൾ ചേർക്കുന്ന സാധാ മുളക് പൊടിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം മിക്സായി വന്ന ശേഷം നന്നായിട്ടൊന്ന് വഴണ്ട് മിക്സായി വന്ന ശേഷം അതിലേക്ക് കൊഞ്ച് ചേർക്കുക. കൊഞ്ച് ചേർത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മിക്സുമായിട്ട് കൊഞ്ചിന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കോട്ടാവണം അത്, എങ്കിലേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം വെട്ടിത്തിളപ്പിച്ച വെള്ളം വേണം കറിയിൽ ഒഴിക്കാനായിട്ട്. നമ്മളെ കയ്യിൽ തക്കാളി കുറവുണ്ടെങ്കിൽ നമ്മൾ ശകലം പുളിയും കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർക്കാം. ശേഷം നല്ല വെട്ടിത്തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക. നമുക്ക് എത്ര കറിയാണ് വേണോ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് കുറച്ച് നേരം വെച്ചിരുന്ന് വറ്റിച്ചെടുക്കുക. ഈസി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടണേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.